ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 5 ഓണമാണ്. നമ്മൾ വീട്ടിലാണ്. സമയം ഏകദേശം 10-10:15 ആയി. നമ്മൾ ഇത്രയും നേരം രാവിലെ തൊട്ട് നമ്മുടെ പൂവിൻ്റെ പുറകെ ആയിരുന്നു. അത്തപ്പൂക്കളുള്ള സംഭവങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. വീട്ടിലെ കുഞ്ഞോണം. അപ്പം നമ്മൾ ഇപ്പം അത്തപ്പൂക്കളത്തിനുള്ള തറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ആ ടൈമിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ പൂ ഇറക്കുന്നതിൻ്റെയും അതുപോലെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തറ സെറ്റാക്കാം. സോ ഇത് നമ്മൾ കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. അതായത് നമ്മൾ അത്തപ്പൂക്കൾ ഇടുമ്പോഴത്തേക്കും വരയ്ക്കാനായിട്ട് നമുക്ക് നടുക്ക് കമ്പ് കുത്തി ബുദ്ധിമുട്ടണ്ടേ. സോ നമ്മൾ ഇത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടും. അതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് കയറ് കെട്ടിയിട്ട് അത്തപ്പൂക്കളെ സെറ്റ് ടെക്നോളജിയാ. ഇത് മണ്ണിൻ്റെ അടിയിലാണ്. യെസ്. എന്നിട്ട് എന്തോ അതേടാ, this is technology. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കളം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ നൂലിത ആണിയെന്ന് നമ്മൾ ഒരു കയർ നൂലിതോടെ കെട്ടിയിട്ട് നമ്മുടെ വരയ്ക്കാനുള്ള കമ്പി സെറ്റാക്കിയിട്ടുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഡ്രോയിങ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളിടാം. വൈറ്റ് ഇടാം ഫസ്റ്റ്. ഇവിടെ ബോർഡർ ഇട്ട് പോവാം. ആദ്യത്തെ കളർ, ആദ്യത്തെ പൂ വൈറ്റ്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഈ മുടിഞ്ഞ വെയിൽ മാത്രമേ പ്രശ്നമുള്ളായിരുന്നു. എനിവേ നമ്മൾ മിച്ചം വന്ന പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ വരച്ച് എന്തൊക്കെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഇത്തവണത്തെ നമ്മുടെ അത്തപ്പൂക്കളം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണേ. ഓക്കെ ബൈ. ഇനി നമുക്ക് സദ്യയുടെ കാര്യങ്ങളും എന്നിട്ട് സദ്യയൊക്കെ കൊണ്ട് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ എവിടെ പോടാ ചെറുക്ക, പറ എവിടെ പോകുന്ന പറ. നമ്മൾ ഇല വെട്ടാൻ പോവുകയാന്ന് പറ, പറയടാ. അപ്പോൾ നമ്മൾ സദ്യക്കുള്ള ഇല വെട്ടാൻ പോവുകയാണ് അല്ലേ? സദ്യ റെഡിയായോന്ന്? എന്തൊക്കെയായി? എന്തൊക്കെയാന്ന് പറ. സാമ്പാറ്, അവിയല്, തോരൻ, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, പായസം, പപ്പടം, അച്ചാറ്, മോര് കാച്ചിയത്. പിന്നെ വേണം വേറെ പാലട പായസം, വറ, ഉപ്പേരി, ശർക്കര വരട്ടി, കളിയടയ്ക്ക, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെ കുറയ്ക്കാണ്. അടുത്ത വർഷം നമ്മളില്ലെങ്കിൽ ഓരോ വർഷവും ഇങ്ങനെ പറയും, പക്ഷെ പോകത്തില്ലേ. അങ്ങനെ നമ്മുടെ സദ്യ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളവും സദ്യയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡി ആവാനായിട്ടുള്ളത് നമ്മൾ മാത്രം. അപ്പോൾ നമുക്ക് പോയിട്ട് ഓണം ഗെറ്റപ്പിൽ വന്നാലോ? അങ്ങനെ നമ്മൾ സെറ്റായിരിക്കുന്നു. ദിസ് ഈസ് ഓണം ഔട്ട്ഫിറ്റ്. ഓണം ഔട്ട്ഫിറ്റ് അല്ല, എന്നാലും ഇതുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കൊള്ളാമോ ഗൈസ്?
എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കുഞ്ഞുണ്ടാപ്രീനെ ഒരുക്കാൻ കുഞ്ഞുണ്ടാപ്രീനെ കണ്ടിട്ട് അഴുക്കേ എന്തുവാ ഇത്? എവിടെ 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 ഇതിനെ കൊണ്ട് വലിയ ശല്യമില്ല. അങ്ങനെ നമ്മുടെ 16 കൂട്ടം സദ്യ റെഡിയാണ്. നമ്മുടെ സദ്യ കരവരട്ടി, കളിയടയ്ക്ക, ചിപ്സ്, ചെറുപയർ തോരൻ, ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാർ, ചുമന്ന പച്ചടി, അവിയൽ, ബീൻസ് തോരൻ, പുളിശ്ശേരി, ചോൾ ആൻഡ് പരിപ്പ്, സാമ്പാർ, പപ്പടം, പായസം. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു പാപ്പാ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. അങ്ങനെ സദ്യ സെറ്റ്. ഇനി കുറച്ച് പായസം കൂടെ. അമ്മ ഒരെണ്ണം വെച്ചോ. നല്ല പാലട പായസവും പപ്പടവും കൂടെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ സദ്യയും പായസവും എല്ലാം കഴിഞ്ഞ് വയർ ഈസ് ഫുൾ സെറ്റ്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ നമുക്കിനി കുറച്ച് ഫോട്ടോസ് എടുക്കാം. കുഞ്ഞുണ്ടാപ്പയുടെ ഫോട്ടോസ് എടുക്കാം. ചെറുക്ക നിന്റെ ഫോട്ടോ എടുക്കാം നമുക്ക്. ഫോട്ടോ കമോൺ കമോൺ. തിരിക്കണടാ തിരിക്കണടാ ചെറുക്ക. അപ്പുഷ്ക അപ്പുഷ്ക അപ്പുഷ്ക. അയ്യടാ തോസ എടാ അഴുക്കേ എടാ അഴുക്കേ. അപ്പുഷ്കോ 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 അപ്പുഷ്കോ. അപ്പുഷ്ക അപ്പുഷ്ക. അയ്യോ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. ചിരിക്കും അമ്മേ, ചിരി തുടങ്ങ്. ഇവിടെയൊക്കെ നല്ല ചിരിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു പള്ളി. അങ്ങനെ പള്ളി പോയിട്ട് വന്നു. നല്ലൊരു കൊയറൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അനു വരുന്നുണ്ട്, അവളെ പിക്കേണ്ട. ആലപ്പുഴയ്ക്ക് പോകണം ഗൈസ്, പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ 2025 ഓണം, വീട്ടിലെ കുഞ്ഞോണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടികളായിട്ട് പൂവൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് അത്തപ്പൂക്കളത്തിനുള്ള കളം ഒരുക്കി അവിടെ സംഭവം വരച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഇട്ട് നല്ല കിടിലൻ സദ്യയൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും നല്ല ട്രഡീഷണൽ ഓണം അറ്റയറിൽ വന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ പള്ളിയിലും പോയി കുർബാനയും കൂടി അതിനുശേഷം അവളെയും കൊണ്ടുവന്ന് ഇന്നത്തെ ദിവസം നമ്മളങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. കുഞ്ഞുണ്ടാപ്രിയ ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇത് ഭയങ്കര കുഞ്ഞു വ്ളോഗായി പോയി.
എനിക്കറിയാം ഞാൻ കൂടുതലും ലൈക്ക് ഒരു ഫാമിലി വ്ളോഗ്, കുഞ്ഞു വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ചെയ്തപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴേലും എൻ്റെ ഫാമിലിയായിട്ട് എനിക്കിരുന്ന് കാണുമ്പോഴത്തേക്കും ഈ ഒരു മൊമെൻറ്റ്സ് അന്ന് ഫീൽ ചെയ്യണം. അത്രത്തിന് വേണ്ടി മാത്രം ഞാൻ ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ് ചെയ്തത്, ഒരു വ്ളോഗിങ് അല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫാമിലി വ്ളോഗുകളും കുട്ടനാടൻ കണ്ടൻറ്റുകളും അതേപോലെ ഫോട്ടോഗ്രാഫി കണ്ടൻറ്റുകളെല്ലാം നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്. ഇതുപോലത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഇതുപോലത്തെ കിടിലൻ കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഒരു കണ്ടൻറ്റ് മിസ്സാവാതിരിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫോർ നൗ. എല്ലാവർക്കും ഈ വ്ളോഗ് നിങ്ങൾ ഇവിടം വരെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. യു ഡിസേർവ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പം ബൈ.